ഹലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയാലോ. അപ്പോൾ കാശിമോനെ സ്കൂളിൽ വിടാൻ വേണ്ടി രാവിലെ റെഡിയാക്കുവാണ്. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് എല്ലാവർക്കും ഇല്ലേ ചില ദിവസങ്ങൾ ഒരു റീസണും ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് മൂഡ് ഔട്ടാവുന്നത്, നമ്മളൊരുമാതിരി ഡള്ളായിരിക്കുന്നത്. ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ദിവസം കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു ക്ഷീണവും ഒരു മൂഡ് ഔട്ടും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ പിന്നെ കാശിമോന് ചപ്പാത്തി കൊടുത്ത് കഴിക്കാൻ കേട്ടോ, റോളാക്കി കൊടുത്ത് പഞ്ചസാര ഇടയ്ക്ക് വെച്ച് ഇന്ന് എന്തായാലും തന്നെയൊക്കെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ കാശുമോനെ സ്കൂളിൽ വിടാൻ വേണ്ടി ഡ്രസ്സ് മാറി റെഡിയായി കേട്ടോ. ഞാൻ എൻ്റെ ഇടയ്ക്ക് കാശുമോൻ കുരുത്തക്കേട് കാണിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, മുഖം കണ്ടോ, എന്തോ ഒരു സുഖക്കുറവ്. അങ്ങനെ പിന്നെ ഇന്ന് മനുമാഷില്ല കേട്ടോ, തിരക്കാണേ. അപ്പം ഞാൻ ഓട്ടോ വിളിച്ച് കാശുമോനെ കൊണ്ടുവിടാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി ഞാൻ സ്കൂളിൽ കാശുമോനെ കൊണ്ട് വിട്ടിട്ട് വന്ന്. പിന്നെ ജോലിയായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് ഇത്രയും നനഞ്ഞേക്ക് ഞാൻ തുണി കഴുകിയിട്ട് വന്ന വഴിയാണ് കേട്ടോ. ഞാൻ തുണിക്കല്ലയല്ല കഴുകുന്നത്, അത് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇത്രയും നനയുന്നത്. അങ്ങനെ പിന്നെ ഇന്ന് കഴിക്കാൻ ഒത്തിരി ലേറ്റായി കേട്ടോ. നല്ല വിശപ്പുണ്ട്, ഒത്തിരി സമയം ലേറ്റായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി കഴിക്കാനൊക്കെ എടുത്തു. ഇന്ന് കാശുമോന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തായിരുന്നു, അതിൻ്റെ 2 എടുത്തു. പിന്നെ ഒരു കപ്പും എടുത്തു, മുട്ടക്കറി. സമയം 11:30 ആയി കേട്ടോ. രാവിലത്തേന് ഇതുവരെ കഴിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് കുറച്ച് നേരം ആഹാരമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ തൂത്ത് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ജോലിയൊക്കെ പെട്ടെന്ന് ഒതുങ്ങി അത്രയും നല്ലതല്ലേ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തൂത്തൊക്കെ വാരി. സത്യം പറഞ്ഞാൽ ഞാൻ 2 വട്ടം തൂത്ത് വാരാറുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വീണ്ടും പൊടിയോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു സംഭവം കണ്ട്, നമ്മുടെ ബെഡില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഇതിന് കാശുമോൻ ഇന്നലെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്നും മുള്ളി. അപ്പം മനുമാഷ് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ മനുമാഷ് എന്തെന്ന് അറിയാതെ എടുത്ത് വെയിലത്തിട്ട് കൊണ്ട് ഉണക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. എനിക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എഴുതാൻ പോവാം. എൻ്റെ ഒരു എക്സാം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത് വേറൊരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആയിരുന്നു കേട്ടോ എക്സാം. ഇത് ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെ എക്സാം ഈ ഞായറാഴ്ച വരും. അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കറിഞ്ഞൂടെ എന്തോ തീരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.